പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂരിലെത്തും. ചുരാചന്ദ്പൂരിലും ഇംഫാലിലുമായി വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 8500 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. സ്റ്റേറ്റ് പീസ് ഗ്രൗണ്ടിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. വിനീത വി ജി ഇപ്പോൾ ഇംഫാലിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഗുഡ് മോർണിംഗ്. അങ്ങനെ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്താൻ പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുകയാണ്. നമ്മൾ മണിപ്പൂരിലെ ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ വലിയ പ്രതീക്ഷയിലാണ്. കാരണം മണിപ്പൂർ വീണ്ടും സമാധാനത്തിലേക്ക് കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ തന്നെയാണുള്ളത്. പൂർണ്ണമായും എല്ലാ മേഖലയിലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ നടക്കുന്നു. അതിനിടയിൽ പ്രധാനമന്ത്രി കൂടി എത്തുന്നത് വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് മണിപ്പൂരിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് എത്തുന്നത്. വംശീയ കലാപങ്ങൾക്ക് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം തന്നെയാണ് ഇന്ന് മണിപ്പൂരിൽ നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഇംഫാലിലാണ്. ഇംഫാലിൽ ഉൾപ്പെടെ ഇംഫാലിലെ കാംഗ്ലയിലും ഒപ്പം തന്നെ ചുരാചന്ദ്പൂരിലെ പീസ് ഗ്രൗണ്ടിലുമാണ് പ്രധാനമന്ത്രി എത്തുന്നത്. 2 ഇടങ്ങളിലെ പരിപാടികളിലായിരിക്കും അദ്ദേഹം പങ്കെടുക്കുക. ഈ 2 ഇടങ്ങളും ഇപ്പോൾ ഈ ഇംഫാൽ എന്ന് പറയുന്നത് മെയ്തൈ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ചുരാചന്ദ്പൂർ എന്ന് പറയുന്നത് കുക്കി വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. ഈ കലാപമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ നിരവധി അക്രമ സംഭവങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഈ ചുരാചന്ദ്പൂരിലാണ്. അങ്ങനെ ഈ ചുരാചന്ദ്പൂരിലും ഇംഫാലിലുമാണ് പ്രധാനമന്ത്രി 2 പരിപാടികളിലായി പങ്കെടുക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ സേനയടക്കം ഇംഫാലിലെ കംഗ്ലയിലും ഒപ്പം തന്നെ ചുരാചന്ദ്പൂരിലും എത്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇന്നലെ ഉച്ചയോടുകൂടി വീണ്ടും സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. ഇന്നലെ ചീഫ് സെക്രട്ടറി പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി മണിപ്പൂരിന്റെ വികസനവും അതോടൊപ്പം തന്നെ സമാധാനത്തിലേക്ക് മണിപ്പൂർ എത്തുന്നതിനുള്ള നടപടികളും അത് വേഗത്തിൽ പുരോഗമിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നാണ് ഇന്നലെ ചീഫ് സെക്രട്ടറി അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും ഇന്നലെ എക്സ്പോസിലൂടെ അദ്ദേഹവും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മണിപ്പൂരിന്റെ വികസനത്തിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഏതാണ്ട് 8500 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അദ്ദേഹം ചുരാചന്ദ്പൂരിലും ഒപ്പം തന്നെ ഇംഫാലിലുമായി പ്രഖ്യാപിക്കുക, ഉദ്ഘാടനം ചെയ്യുക. ഇതിൽ 1200 കോടി രൂപയുടെ പദ്ധതിയാണ് ഇംഫാലിനായി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം ചുരാചന്ദ്പൂരിൽ 7000-ലധികം കോടി രൂപയുടെ പദ്ധതികൾ, വികസന പദ്ധതികളാണ് ഉള്ളത്. അതിൽ സ്ത്രീകൾക്കായുള്ള പ്രത്യേക താമസ സൗകര്യം ഒരുക്കുന്ന ഹോസ്റ്റലുകളുണ്ട്, റോഡ് ഗതാഗതമുണ്ട്, വികസനമുണ്ട്. ഇങ്ങനെയുള്ള ഈ മണിപ്പൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾക്കാണ് അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ചുരാചന്ദ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കലാപങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത മേഖലയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഇംഫാലിലേക്കടക്കം നിയന്ത്രണമുണ്ട്. ഇവിടെ ഈ കടകളൊക്കെ തന്നെ തുറന്നു പ്രവർത്തിക്കുന്നതിനും ഒപ്പം വാഹന ഗതാഗതത്തിനും ഒക്കെ തന്നെ നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 അദ്ദേഹം ഇംഫാലിലേക്ക് എത്തിച്ചേരുന്നത്. ഇംഫാലിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം നേരെ ഇവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്യുക. ഏതാണ്ട് 3-3.5 മണിക്കൂറാണ് അദ്ദേഹം ഇന്ന് മണിപ്പൂരിൽ ഉണ്ടാവുക. ഇതിനോടകം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇതിനെ വലിയ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അവർ നേരത്തെ തന്നെ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ 3 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതല്ല മണിപ്പൂരിലെ പ്രശ്നങ്ങൾ എന്നാണ് ഇന്നലെ കോൺഗ്രസ് ഉൾപ്പെടെ ഒരു വിമർശനമായി മുന്നോട്ട് വെച്ചത്. ഏതാണെങ്കിലും വംശീയ കലാപങ്ങൾക്ക് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത് മണിപ്പൂരിൽ നടക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മണിപ്പൂരിലെ ജനത ആ സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.